ഹോർമുസ് കടൽ അതിർത്തിയിൽ റഷ്യ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചു. ഇറാന് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു സംവിധാന കാര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടത് എന്ന് റഷ്യൻ പ്രതിനിധി ഔദ്യോഗികപരമായിട്ട് പറയുകയും ചെയ്തു. വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അവസാന ചർച്ചയാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ. ഈ ചർച്ച ഏറെക്കുറെ സമാധാനപരമായ രീതിയിൽ അവസാനിക്കാൻ സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ വല്ല കാരണവശാലോ സമാധാനം പ്രശ്നപരിഹാരം ഉണ്ടാവാതിരിക്കുകയും അതിനോടനുബന്ധിച്ച് അമേരിക്ക ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇറാനെ സംരക്ഷിക്കുക എന്നുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം ബാധ്യതയും തങ്ങൾ നിർവഹിക്കുമെന്ന് റഷ്യ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസങ്ങൾ വലിയ രീതിയിൽ ഇറാൻ തന്നെ നടത്തിയിട്ടുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും സംയുക്തമായിരിക്കുന്ന സൈനിക പ്രാക്ടിക്കലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്. ഇവിടെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഇടപെടൽ ചൈനയും റഷ്യയും നടത്തും എന്നതിൻ്റെ സൂചനയായിട്ട് വിലയിരുത്തുന്നു. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കുറവാണ് പ്രതിരോധ സംവിധാനങ്ങൾ. ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ അവരുടെ കൈവശത്തിലുണ്ട്. ഇറാനിലാണെങ്കിൽ ഇഷ്ടംപോലെ മിസൈൽ സംവിധാനം ആക്രമിക്കാൻ പാകത്തിലുള്ളതും ഹൈപ്പർസോണിക്കുമായിട്ട് ബന്ധപ്പെട്ടതുമായിരിക്കുന്ന നൂതന മിസൈൽ സംവിധാനത്തിൻ്റെ ഒരു പർവ്വതം തന്നെ അവർ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ടാക്കിയ മിസൈൽ കാര്യങ്ങളെല്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ അവർ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല നിരന്തരം ഇപ്പോഴും ഓരോരോ ദിവസവും പുതിയ പുതിയ മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എത്രത്തോളം കരുത്തുള്ളതാണ് ശക്തിയുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം അവരുടെ നിർമ്മാണ പ്രവൃത്തി തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം ആരംഭിച്ചാൽ ആയത്തുള്ള അലി ഖംനായി എന്ന സുപ്രീം ലീഡർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, നിങ്ങൾ ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണോ ആക്രമിക്കുന്നത് അവിടെ നിന്ന് പിന്നെ ഒരുപാട് ആക്രമിക്കാൻ പറ്റാത്ത വിധം ആ കപ്പലിനെ തങ്ങൾ മുക്കുമെന്നാണ്. ഏത് തരത്തിലാണ് ഈ അക്രമ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റഷ്യയും ചൈനയും ഏൽക്കുകയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ നടത്തുകയും ചെയ്യുന്ന സമയത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. അവർ പല ഘട്ടങ്ങളിലും വിജയിക്കാറുള്ളത് ആകാശ യുദ്ധം കൊണ്ടാണ്. കരയുദ്ധത്തിൽ അമേരിക്ക ജയിക്കുക വളരെ അപൂർവമാണ്. മാത്രമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റ് ലോക രാജ്യങ്ങൾ സഹായിക്കുന്ന സമയത്താണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തി ഉണ്ടാവാറുള്ളത്. അവർ നേതൃത്വമായിരിക്കുന്ന പങ്ക് വഹിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാറുള്ളതും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കടൽ കേന്ദ്രീകൃതമായിരിക്കുന്ന യുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടലും അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒമാൻ ഉൾക്കടലുമായി ബന്ധപ്പെട്ട സർവ്വ കടൽ മേഖലയിലും വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇപ്പോൾ രണ്ട് കൂട്ടരും നടത്തുന്നു. അതായത് അമേരിക്ക നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇറാനും നടത്തുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിരീക്ഷണ പറക്കൽ നടക്കുന്ന വിമാനങ്ങളെ ഈ ഡ്രോണുകളെ വെടിവെച്ചിടുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രോൺ ഇറാൻ്റെ നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഡ്രോൺ നഷ്ടപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നു. അമേരിക്കയുടെ കറക്റ്റായി രീതിയിൽ ഷൂട്ട് ചെയ്ത് തകർത്തതാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മറ്റതിനെക്കുറിച്ച് എങ്ങനെയാണ് തകർന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിരിക്കുന്ന നിരീക്ഷണം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പൽ എത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യുദ്ധം നല്ലതല്ലെന്ന അഭിപ്രായം ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. കാര്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ആക്രമിക്കുന്നത്, അത് ഇറാനാണ് ആക്രമിക്കുന്നത്. മെഡിറ്ററേനിയൻ കടൽ ആക്രമിക്കുന്ന സമയത്ത് ഓരം ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിനെ അത് സാരമായിട്ട് ബാധിക്കും. മാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കുന്ന പല കുറി ഇറാൻ പറഞ്ഞതാണ്. അവരാ പറഞ്ഞാൽ ആ പ്രവൃത്തി സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലല്ലാതെ പോകും, അതായത് കൈവിട്ടു പോകും. ഒരു രാജ്യവും ഇപ്പോഴും പിന്തുണ പറയുന്നില്ല അമേരിക്കക്കും ഇസ്രായേലിനും എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമിക വിട്ടു നൽകണം എന്നുള്ളതാണ്. സൗദി അറേബ്യയാണ് ആദ്യം ആവശ്യപ്പെട്ട്, സൗദി അറേബ്യ നിരസിച്ചു. മറ്റുള്ള രാജ്യങ്ങൾ ഒമാനോട് പറഞ്ഞിട്ടുണ്ട്, ഒമാൻ നിരസിച്ചു. ഒമാനും ഇറാനൊക്കെ ഏറെക്കുറെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. മാത്രവുമല്ല അവിടെ ഇറാൻ ആക്രമിക്കാൻ അവർക്ക് എളുപ്പമുണ്ട്. ആ രാജ്യവും പക്ഷേ സമ്മതിച്ചിട്ടില്ല. പിന്നീട് ഈ ശേഷിക്കുന്ന 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുമായി സൈനിക ബന്ധമുള്ളതും അവരുടെ എയർബേസ് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. ഈ 4 എയർബേസിൽ നിന്നും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കില്ലെന്ന് ഖത്തറും UAE ഒക്കെ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു.
പിന്നീട് അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന അസർബൈജാനുമായിട്ട് സംസാരിച്ച സമയത്ത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രാധാന്യമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അഥവാ നിങ്ങൾ ഈ തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ തങ്ങൾ എന്തു ചെയ്യും? ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കും. ആണവായുധ നിർമ്മാണം തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല. ആയതിനാൽ അതിനെന്ത് ചെയ്യണം? ആദ്യഘട്ടത്തിൽ നിങ്ങൾ ആ പ്രവർത്തനം നിർത്തിവെക്കണം. നിങ്ങൾ ആ പ്രവർത്തനം നിർത്തിവെച്ചാൽ തീർച്ചയായിട്ടും തങ്ങൾ എന്ത് ചെയ്യും? അതായത് ഉപരോധം പിൻവലിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ തങ്ങൾ ആണവായുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കും. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് അമേരിക്ക സംശയിക്കുന്നു. ഇസ്രായേലും ഏറെക്കുറെ പറയുന്നതാണ് അപ്രഖ്യാപിത രാഷ്ട്രമായിട്ട് മാത്രമേ ഇറാനെ കാണാൻ വേണ്ടി സാധിക്കൂ. അവരുടെ കൈവശത്തിൽ നശീകരണമായിരിക്കുന്ന ആണവായുധമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതെവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഇത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ള പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനുമുള്ളത്. അതുകൊണ്ടാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണം മാറണം എന്നുള്ളത്. ഭരണം മാറുന്ന സമയത്ത് മാത്രമേ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഭരണമാറ്റം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല രണ്ടാം ഘട്ടം പ്രക്ഷോഭം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാനിലുള്ള പല ഈ ആളുകൾക്കും, അതായത് വിദ്യാർത്ഥികൾ, യുവാക്കന്മാർ, പൊതുജനങ്ങൾക്കും എല്ലാം വലിയ തോതിൽ മെസ്സേജുകൾ, മൊബൈൽ വഴി മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഭരണം മാറണം, ഞങ്ങളുമായിട്ട് സഹകരിക്കണം, പ്രക്ഷോഭം തുടരണം, പുതിയ ഭരണ സംവിധാനം വരും. ഈ ഭരണ സംവിധാനം താഴെ വരുന്ന സമയത്ത് ജനാധിപത്യപരമായ രീതിയിൽ പുതിയ പ്രക്രിയയും പുതിയ സംവിധാനങ്ങളും ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വലിയ വലിയ സന്ദേശങ്ങൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ പൗരന്മാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള പിന്തുണ അമേരിക്ക പറയുകയും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കാലുമാറുകയും ചെയ്തു. ഇപ്പം തന്നെ ഏകദേശം 500,000 ഇറാനികൾ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടവർ ജയിലിലാണ്. അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും ഇല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞു. അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞു, അവിടെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനേയി ആദ്യം തന്നെ അത് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്, അവർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ്, അതുകൊണ്ട് അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളത് അദ്ദേഹം പറയപ്പെട്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. രണ്ടാം ഘട്ട പ്രക്ഷോഭം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ സൈന്യം വലിയ രീതിയിലുള്ള ഈ ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് രഹസ്യ പോലീസിനെ പുറത്തിറക്കിയിട്ട് നിരീക്ഷണം നടത്തുകയാണ്. 31 പ്രവിശ്യയിലും, രാജ്യത്ത് നിലനിൽക്കുന്ന 31 പ്രവിശ്യയിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണം ഇറാൻ്റെ സൈന്യം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു പ്രക്ഷോഭം ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇതിനൊരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഏകോപനമോ ഒരു ലീഡർഷിപ്പോ പ്രത്യേകമായിരിക്കുന്ന ഒരു മുദ്രാവാക്യമോ പ്രത്യേകമായിരിക്കുന്ന ഒരു ലക്ഷ്യമോ ഇല്ല. സർക്കാരിനെ താഴെയിറക്കണം എന്നുള്ളത് അതൊരു മുദ്രാവാക്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് രാജ്യദ്രോഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന് അനുകൂലമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പ്രക്ഷോഭം നടന്നതും യഥാർത്ഥത്തിൽ ഇറാന് അനുകൂലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പുറത്തുണ്ട്, അവരാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ളതും അവർ നമ്മളെ ആക്രമിക്കുക എന്നുള്ളതും യുദ്ധത്തിന് മുൻപിലാണ് രാജ്യം നിലനിൽക്കുന്നത് എന്നതിനാൽ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഇറാനി പൗരന്മാരോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള പ്രശ്നങ്ങൾ, അതിനെതിരെയുള്ള ഏതൊരു മുദ്രാവാക്യങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം രാജ്യദ്രോഹത്തിൻ്റെ കിടത്തിൽ പെടുന്നതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിലൊരു സമര കാര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധ്യമാവാത്ത ഒരു രീതിയാണ് നിലവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലൂടെ പോകുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏത് തരത്തിലൊരു വിഷയം ഉണ്ടായിക്കാണെങ്കിലും അത് പൂർണ്ണമായി സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്, റഷ്യ പറഞ്ഞിട്ടുണ്ട്. സൗഹൃദ ബന്ധമാണ് എങ്കിൽ സൗഹൃദ ബന്ധവും നയതന്ത്ര ബന്ധത്തിനും അപ്പുറം ഇത്തരം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കണിശമായിരിക്കുന്ന ഒരു നിലപാട് പറയുന്നത് ഇതാദ്യമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം രാജ്യങ്ങളുടെ വിഷയത്തിൽ ആഭ്യന്തരപരമായ വിഷയത്തിലൊന്നും സാധാരണ രീതിയിൽ ഇടപെടാറില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഈ ചൈനയുമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വലിയ സൗഹൃദമാണ്. ഇറാഖ് അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാക്കിയ കാലത്ത് തന്നെ ഇറാന് സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിയന്ത്രണം ചൈനയ്ക്കും റഷ്യക്കും കൊണ്ടുവരാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അത് അവർക്ക് അവരുടെ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഭാവിയിലുണ്ട്. അപ്പോൾ ഇറാനെ സംരക്ഷിക്കുക
എന്നുള്ളത് നിർബന്ധമായിട്ടും റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അവർ ചെയ്യുമെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിൽ യുദ്ധത്തിൽ മുന്നേറണം, എങ്ങനെയാണ് പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരേണ്ടത്, മാത്രമല്ല അവിടെ നിലവിലുള്ള 5 ലക്ഷത്തിലധികം സൈനികർ അടുത്ത ഘട്ടത്തിലേക്ക് പിന്നീട് അവർ ആരാണോ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ സായുധ സംഘമായിട്ട് മാറുമെന്നുള്ളൊരു പേടി നിലവിൽ അമേരിക്കക്കുണ്ട്. അതാണ് അവരെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവസാനം അങ്ങനെയാണ് വരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെത്. 15 കൊല്ലത്തോളം അടക്കി ഭരിച്ചു അമേരിക്ക, എന്നിട്ടും ആ താലിബാൻ അവിടെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി 2500-ലധികം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടും, സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും, കവചിത വാഹനങ്ങൾ ഉണ്ടായിട്ടും, യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും ഉണ്ടായിട്ടും അവർക്ക് നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളും ഒരു അവസ്ഥയിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടാകുമോ എന്നൊരു പേടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്നൊക്കെ ആക്രമിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അവർ ഈ കാര്യത്തിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോകുന്നത്. വീണ്ടും ചർച്ച 3-ാം ഘട്ടമാണ് ഇപ്പോൾ ചർച്ച. ആദ്യത്തെ ഇസ്രായേൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്നിരിക്കുന്നത് 5 തവണയാണ് ചർച്ച. 6ാമത്തെ ചർച്ച നടക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു സംഘം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധ ബലത്തെക്കുറിച്ചും പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ചൈനയും റഷ്യയും ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും കൃത്യമായ രീതിയിലൊരു വിവരമില്ലാത്തതാണ് അവരെ പ്രയാസത്തിലാക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.